മോമിനീകളായതുകൊണ്ട് തന്നെ ധാരാളം കടമകളും കടപ്പാടുകളും പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ കടമകളും കടപ്പാടുകളും പരിപൂർണമായി പാലിക്കുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ വിജയികളിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ. അതിൽപ്പെട്ട കടമകളാണ് മാതാപിതാക്കളോടുള്ള കടമകൾ, മക്കൾക്കുള്ള കടമകൾ. ആ കടമകളിൽപ്പെട്ടതാണ് ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പാലിക്കേണ്ടുന്ന കടമകൾ. അതേ കടമയിൽപ്പെട്ടത് തന്നെയാണ് ഭാര്യ ഭർത്താവിനോട് പാലിക്കേണ്ടുന്ന കടമകളും ബാധ്യതകളും. നമുക്ക് നമ്മുടെ അയൽവാസികളോടുണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികളോടുണ്ട്, നമ്മുടെ സഹജനങ്ങളോടുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളോടുണ്ട്, ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളോടുമുണ്ട്. അന്യമതത്തിൽപ്പെട്ടതാകുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളോട് വരെ നമുക്ക് കടമകളും കടപ്പാടുമുണ്ട് മോമിൻ എന്ന നിലയിൽ. ഈ കടമകളും കടപ്പാടുകളും പരിപൂർണമായി പാലിക്കുമ്പോൾ മാത്രമേ നമ്മൾ ആഖിറത്തിൽ യഥാർത്ഥ വിജയികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ. അതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഈ കടമകൾ നമ്മൾ പാലിച്ചിരിക്കണം. അതിൽപ്പെട്ട കടമകളാണ് സാധാരണയിൽ വിഭിന്നമായി നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. മാതാപിതാക്കളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ മക്കളോട് ചില കടമകളുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കടമകളും കടപ്പാടുകളും പല ആളുകളും അശ്രദ്ധരായി പോകുന്നുണ്ട്, പല ആളുകളും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ വീഴ്ചയാണ് നമുക്ക് സംഭവിക്കുന്നത്. രക്ഷിതാക്കളോടുള്ളതാകുന്ന മക്കളുടെ കടമകൾ നമ്മൾ ധാരാളം കേൾക്കാറുള്ളതാണ്. ഒരുപാട് വാതിലൂടെ നമ്മൾ കേൾക്കുന്നതാണ്. നമ്മളൊക്കെ അത് പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേറുന്നവരുമാണ്. അള്ളാഹു അത് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പക്ഷെ മക്കളോടുള്ളതാകുന്ന കടമകൾ മിക്ക രക്ഷിതാക്കളും ആ വിഷയത്തിൽ വീഴ്ച വരുത്തിയവരാണ്. അത് നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതാണ് ഇന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. جاء رجل إلى أمير المؤمنين عمر بن الخطاب رضي الله عنه. അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യനെ ചെല്ലുകയാണ്. ഒരു വാപ്പ കടന്ന് ചെല്ലുകയാണ്. അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട മകനെ കുറിച്ച് പരാതിപ്പെടാനാണ് ചെല്ലുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് എത്തിയതാകുന്ന സഹോദരൻ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് വിളിച്ചു പറയുകയാണ് യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതൃത്വമേ, അല്ലയോ ഖലീഫയായവരേ, ഇന്ന ഇബ്നി ഹാദാ യഅഖുനി, എന്റെ ഈ മകൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. വാപ്പ മകനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പരാതിപ്പെടുകയാണ്. രണ്ടാം ഖലീഫയല്ലയോ ഉമർ തങ്ങൾ ബഹുമാനപ്പെട്ടവരോട് പറയുകയാണ് ഇന്ന ഇബ്നി ഹാദാ യഅഖുനി, എന്റെ ഈ മകൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് തീരെ അനുസരണ വർത്തിക്കാത്ത മകനാൻ. ഇവനെ ഒന്ന് ഉപദേശിക്കണേ, ഒന്ന് നന്നാക്കണേ. സാധാരണ രീതിയിൽ രക്ഷിതാക്കളൊക്കെ പറയാറുള്ള ഒരു വാക്കാണത്. ഉസ്താദുമാരുടെ അടുക്കൽ അല്ലെങ്കിൽ സയ്യിദന്മാരുടെ അടുക്കൽ ടീച്ചർമാരോടൊക്കെ നമ്മൾ പറയും, സ്വന്തം മക്കളെ നിർത്തിയിട്ട് പറയും, ഓൻ ഭയങ്കര ബടക്കാണ്, ഇവൻ സ്വഭാവ ദൂഷ്യമുള്ളവനാണ്. ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പിതാക്കൾ അങ്ങനെ പറയരുതെന്നാണ് മനഃശാസ്ത്രം. അതാണ് കുട്ടികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇവന് മോശപ്പെട്ടവനാണ്, ഇവൻ തീരെ വിവരമില്ലാത്തവരാണ് എന്നൊരിക്കലും ഒരു മാതാവോ പിതാവോ പറയാൻ പാടില്ല, ഒരാളോടും പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ അവന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ അതിങ്ങനെ രൂഢമൂലമാവും. ആ പൊട്ടൻ എന്നുള്ള വിളി, മന്ദബുദ്ധിയാന്നുള്ള വിളി, ഇവൻ തീരെ ബോധമില്ലാത്തവനാണ്, ഒരു വിവരമില്ലാത്തവനാണ്, മന്ദബുദ്ധിയാണ് ഉസ്താദെ, ഒന്ന് ഊതിയേക്ക് എന്ന് പറയുന്ന മാതാപിതാക്കൾ. പിന്നെ ഊതേണ്ട ആവശ്യമില്ല, കാരണം അവൻ ഓൾറെഡി തന്നെ അവൻ തന്നെ മനസ്സുകൊണ്ട് കരുതി എന്റെ വാപ്പാക്ക് എന്നെ പറ്റിയുള്ള കൺസെപ്റ്റ് ഞാൻ മന്ദബുദ്ധിയാണെന്നുള്ളതാണ്. അതുകൊണ്ട് അവൻ ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകും. നഊദു ബില്ലാഹി, അല്ലാഹു ആക്കട്ടെ.
വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് വാപ്പ പറയുകയാണ് ഇന്ന ഇബ്നി ഹാദാ യഉഖുനി യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ നേതൃത്വമേ ഖലീഫയായവരേ, എൻ്റെ ഈ മകൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്, എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണ്, ഞാൻ പറയുന്നത് ഇവൻ അനുസരണ വർത്തിക്കുന്നില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ കുട്ടിയെ അടുത്തേക്ക് വിളിക്കുകയാണ്. അവന്റെ രണ്ട് ചുമലുകളിൽ കൈവച്ചുകൊണ്ട് അവനോടായി ചോദിക്കുകയാണ്, യാ ഗുലാം അമാ തഖാഫുല്ലാഹ ഫീ ഉഖൂഖിൽ വാലിദൈൻ, അമാ തഖാഫുല്ലാഹ ഫീ ഉഖൂഖിൽ വാലിദൈൻ, നീ അല്ലാഹുവിനെ പേടിക്കുന്നില്ലയോ പൊന്നുമോനെ? മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന വിഷയത്തിൽ അല്ലാഹുവിനെ നീ പേടിക്കുന്നില്ലയോ? ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ പടച്ച റബ്ബിന്റെ ശിക്ഷയെ നീ ഭയക്കുന്നില്ലയോ? വമിൻ ഹുഖൂഖിൽ വാലിദൈനി കദാ വകദാ, മാതാപിതാക്കളോടുള്ള ബാധ്യത അത് ഇന്നതൊക്കെയാണ് എന്ന് എണ്ണി രേഖപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. എല്ലാ സാഗൂതം കർണപുരം ശ്രദ്ധ ചെലുത്തി കേട്ടതാകുന്ന കുട്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവസാനമായി ചോദിക്കുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീനെ, അല്ലയോ ഖലീഫയായവരേ, എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ലില്ലിബ്നി അലൽ വാലിദൈനി ഹഖ്ഖുൻ, മാതാപിതാക്കൾക്ക് മക്കളോട് കടമയുണ്ടോ, മക്കളോട് ബാധ്യതയുണ്ടോ? ഒന്ന് പറയണേ, ഒന്നറിയിക്കണേ. നിങ്ങൾ ഇതുവരെ വാദ പറഞ്ഞത് മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടമകളാണ്, അതല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്? എന്നാൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ ഖലീഫയായവരെ, മുഅ്മിനീങ്ങളുടെ നേതൃത്വമേ, ലില്ലിബ്നി അലൽ വാലിദൈനി ഹഖ്ഖുൻ, മാതാപിതാക്കൾക്ക് മക്കളോട് കടമയുണ്ടോ, മക്കളോട് ബാധ്യതയുണ്ടോ? ഉണ്ടോ? വല്ല ഉണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പറയും. فقال عمر بن الخطاب رضي الله عنه, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഉടനെ പറയുകയാണ്, നഅം, ഉണ്ട് മോനെ, സലാസത്തു ഹുഖൂഖ്, മാതാപിതാക്കൾ മക്കളോട് ശ്രദ്ധിക്കേണ്ട കാര്യം 3 ബാധ്യതയാണ് മർമ്മപ്രധാനമായി എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 3 ബാധ്യതകൾ നല്ലതുപോലെ ശ്രദ്ധിച്ചോ. മാതാപിതാക്കൾ മക്കളോടുള്ളതാകുന്ന ബാധ്യത വളരെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിച്ചു. ആ 3 ഇൻഷാ അല്ലാഹ് ഇവിടെ ചർച്ച ചെയ്യും. അത് 3 കേട്ടിട്ട് വേണം പോവാൻ. ഒരെണ്ണം കേട്ടിട്ട് യാ അല്ലാഹ് ഖലാസ് ഓടരുത്, 3 കേട്ടോളി. അല്ലാഹു തൗഫീഖ് തരട്ടെ. വേറെയും കടമകൾ അതിൽ പറയും, എന്നാലും മർമ്മപ്രധാനമായി 3 കടമകൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ 3 കടമകൾ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ചർച്ച ചെയ്യും. റെഡിയല്ലേ? കേൾക്കാൻ റെഡിയല്ലേ? റെഡിയായ പുരുഷന്മാരൊന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ, എത്ര പേരുണ്ട്? അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾ ഒന്നുകൂടി ഫ്രണ്ട് കയറിയിരുന്നോ, കാരണം മൈക്ക് സെറ്റ് ബോക്സ് ബാക്കിൽ ഇല്ലെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് നല്ലതുപോലെ കേൾക്കാൻ കഴിയൂല. ഏറ്റവും ബാക്കിൽ ഇരിക്കുന്നവർ ഒന്നുകൂടി ഒന്ന് ഫ്രണ്ടിലെ സീറ്റിൽ ഒഴിവുള്ളതിലേക്ക് കയറിയിരുന്നോ. എന്തായാലും നമ്മൾ ഇരിക്കുന്നു 2 മണിക്കൂർ ഇൽമ കേൾക്കാനായിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് മുന്നോട്ട് കയറിയിരുന്നോളി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അല്ലാഹ് ഇവിടെ ശ്രദ്ധിക്കും, നല്ലതുപോലെ ശ്രദ്ധിക്കും. 3 കടമകൾ. ഫോട്ടോഷോപ്പിന്റെ മുതലാളി വന്നു. ഇവിടെ ശ്രദ്ധിച്ചോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതല്ലയോ ഖുലഫാഉർ റാഷിദീങ്ങൾ പറയുകയുള്ളൂ. ആ ഖുലഫാഉർ റാഷിദീങ്ങൾ പറയുന്നത് ഇസ്ലാമിന്റെ ചര്യയാണ്, അല്ലാത്തതൊന്നും ഒരു പറയൂല.
ഇത് പറഞ്ഞ നബിയല്ലല്ലോ ഇത് പറഞ്ഞത്, ഇത് ചിന്തിക്കണ്ട. അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. നിങ്ങൾ എന്റെ ചര്യയെ പിൻപറ്റണേ, എന്റെ ഖലീഫമാരുടെ ചര്യയും പിൻപറ്റണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 4 ഖലീഫമാരല്ലേ ഖുലഫാഉർ റാഷിദീങ്ങൾ, അവരുടെ ചര്യയും നിങ്ങൾ അനുധാവനം ചെയ്യണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഉറക്കെ പറയണം സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ നല്ല ഉറക്ക സ്വലാത്തില്ലേ. ഇതിനെ മടിക്കുന്നത് നമ്മുടെ മോമിനികളല്ലേ. ലോകത്തെ ഏറ്റവും വലിയ ലുബ്ധൻ, ഏറ്റവും വലിയ പിശുക്കൻ ആരെന്നറിയുമോ? നബി തങ്ങൾ പറഞ്ഞു, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ഇല്ലാത്തവനാണ്. നഊദു ബില്ലാഹി, അല്ലാഹു ആക്കട്ടെ. ഉറക്ക സ്വലാത്തിലേക്കോ മദ്ഹറുൽ അത്തമായ നബി മുഹമ്മദ് മുസ്തഫ, സാദിഖുൽ മസ്തൂഖായ നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖായ നബി മുഹമ്മദ് മുസ്തഫ. അതിന്റെ പ്രഭയുള്ളവനെ സലാത്തെല്ലാം കഴിയുള്ളൂ. അല്ലാത്തവൻ ഇപ്പോഴും ചുണ്ടനൊക്കെ ഉണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുത്തുനബിയുടെ യഥാർത്ഥ അനുയായികളിൽ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ പ്രവാചകന്റെ ശുപാർശ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കുട്ടിയോട് ഓർമ്മപ്പെടുത്തുകയാണ്, 3 ബാധ്യതകളാണുള്ളത് പൊന്നുമോനെ. അൽ ഓലാ, ഒന്നാമത്തെ ബാധ്യത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അയ്യസ്തൻജിബ ഉമ്മഹു ഐ അല്ലാ യതസവ്വജ ഇംറഅതൻ ദനിആ. തീർച്ചയായും പിതാവ് ശ്രദ്ധിക്കേണ്ട കടമയാണ്, നീ വിവാഹം ചെയ്യുന്ന പെണ്ണ് സാലിഹത്താകൽ നിർബന്ധമാ. കുട്ടിയുടെ മാതാവ് സാലിഹത്താകൽ നിർബന്ധമാണ്. നീ നിന്റെ ഭാര്യയെ തിരഞ്ഞെടുക്കണേ. മതബോധമില്ലാത്ത, മതനിഷ്ഠയില്ലാത്ത, തഖ്വയില്ലാത്ത പെണ്ണിനെ നീ വിവാഹം ചെയ്യലിലൂടെ അള്ളാഹു നിനക്കതിലൂടെ മക്കളെ സമ്മാനിച്ചാൽ ആ മക്കളോടുള്ള കടമകൾ പാലിക്കാത്തവനായി നീ അകപ്പെടുമേ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാണ് വിഷയം. മതബോധമില്ലാത്തൊരു പെണ്ണിനെ വിവാഹം നീ ചെയ്യലോടുകൂടി അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മക്കളെ സമ്മാനിച്ചാൽ ആ മക്കളോടുള്ളതാകുന്ന ഒന്നാമത്തെ കടമയിൽ തന്നെ നീ വീഴ്ച വരുത്തിയവനാണ്. എന്തുകൊണ്ട്? ആ കുട്ടിയുടെ മാതാവാകുന്ന നിന്റെ ഭാര്യയെ നീ തിരഞ്ഞെടുത്തതല്ല, ഏതെങ്കിലും ഒരു പെണ്ണിനെ നീ വിവാഹം ചെയ്തു. ഏതെങ്കിലും ഒരു പെണ്ണിനെ സ്കൂളിൽ ഒരുമിച്ച് പഠിക്കുന്നതാകുന്ന പെണ്ണാണ്, ക്യാമ്പസുകൾ ഒരുമിച്ച് പഠിച്ചതാകുന്ന പെണ്ണാണ്, പ്രണയ ജോഡിയാണ്, അന്യമതത്തിൽപ്പെട്ട സ്ത്രീ ആയിരിക്കാം. ആ പെണ്ണിനെ നിന്റെ ശരീരത്തിലേക്ക് നീ ചേർക്കാൻ തുനിയരുതേ സഹോദര. എന്തുകൊണ്ട്? ആ പെണ്ണിനെ നീ വിവാഹം ചെയ്യലോടുകൂടി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വ്യക്തമായ കാഴ്ചപ്പാട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആ പെണ്ണിനെ വിവാഹം ചെയ്യലോടുകൂടി നിനക്കുണ്ടായി തീരുന്ന നാശനഷ്ടങ്ങൾ ചെറുതല്ല. നിനക്കതിലൂടെ അള്ളാഹു നൽകുന്ന കുട്ടിയോടുള്ളതാകുന്ന കടമയുടെ വിഷയത്തിൽ നീ വീഴ്ച വരുത്തിയവനാണ്. ഇന്ന് സമൂഹത്തിൽ ഇന്ന് ധാരാളമാണ്, ആരും അത് ശ്രദ്ധിക്കുന്നില്ല. എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ അന്യമതത്തിൽപ്പെട്ട സ്ത്രീകൾ വിവാഹം ചെയ്യുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്. താല്പര്യം വെക്കുന്നവരുണ്ട്, പ്രണയം വെക്കുന്നവരുണ്ട്. വളരെ ശ്രദ്ധിക്കണം, പാടില്ല. എന്തുകൊണ്ട്? ആ പെണ്ണിനെ വിവാഹം ചെയ്യലോടുകൂടി അതിൽ അല്ലാഹു നിനക്ക് മക്കളെ സമ്മാനിച്ചാൽ മക്കളോടുള്ള കടമ നീ വീഴ്ച വരുത്തിയവനാണ്. എന്തുകൊണ്ട്? നിനക്ക് നിന്റെ പ്രിയപ്പെട്ടതാകുന്ന കുട്ടിയുടെ മാതാവിനെ റാഹത്തായ നിലയിൽ സാലിഹത്തായ പെണ്ണാക്കാമായിരുന്നു. നിന്റെ മാതാപിതാക്കൾ അതിനുവേണ്ടി തയ്യാറായിരുന്നു. അവർ നല്ല കുടുംബത്തിലുള്ളതാകുന്ന കുലമഹിമയുള്ള, തറവാട്ട് മഹിമയുള്ള, ദീനുള്ള, മതബോധമുള്ളതാകുന്ന ഒരു പെണ്ണിനെ നിനക്ക് വേണ്ടി വിവാഹം ചെയ്തു തന്നേനെ. പക്ഷേ നീ ധൃതി കാണിച്ചു. ആ വിഷയത്തിൽ നീ പ്രേമം വെച്ചു, നീ കലാലയത്തിൽ നിന്ന് പ്രേമം ഒട്ടിട്ടു, അത് വളർന്ന് പന്തലിച്ചു, അത് നിനക്ക് ഇത്തരത്തിൽ എത്തിച്ചേരുന്നതായി. നിന്റെ മക്കളോടുള്ളതാകുന്ന കടമകൾ പൂർത്തീകരിക്കാത്ത അവസ്ഥയിലേക്ക് നീ എത്തിപ്പെട്ടു. അതിലേക്ക് നീ പോകരുത് എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വലിയ വിഷയമാണ്, നിസ്സാര കാര്യമല്ല. എത്ര ആളുകളുണ്ട് കലാലയങ്ങൾ വെച്ച് അന്യ സ്ത്രീകളുമായി സംഗമിക്കുന്നവർ, അവരുമായി ഭാഷണം നടത്തുന്നവർ, പാതിരാത്രി അവരുമായിട്ട് വർത്തമാനം പറയുന്നവർ, ഫോണിലൂടെ സംസാരിക്കുന്നവർ.
വിവാഹം നടക്കുന്നതിന് മുമ്പ് നിശ്ചയത്തിന്റെ സമയത്ത് തന്നെ എത്രയോ കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ, ചെറുപ്പക്കാരാകുന്ന സഹോദരങ്ങൾ വരൻ വധുവിന്റെ വീട്ടിലേക്ക് വിവാഹ നിശ്ചയം കടന്നിട്ടുള്ളൂ. പക്ഷെ വധുവിന്റെ കൈകളിലേക്ക് ഫോൺ കൈമാറ്റം ചെയ്യുന്ന സമ്പ്രദായം ഇന്ന് സമുദായത്തിൽ അധികരിച്ചില്ലേ? ഇല്ലേ? എവിടെ ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇല്ലെന്നെന്താ നിങ്ങൾ പറയുന്നത്? ഞാനും നാട്ടുകാരനല്ലേ? മൊബൈൽ ഫോണ് കൈമാറല്ലേ? നിശ്ചയത്തിന്റെ സമയത്ത് തന്നെ ഐഫോണോ ഏതാ വേണ്ടത്, സാംസങ്ങോ ഏതാന്ന് വെച്ചാൽ കൊടുക്കൺ. രാത്രിയിൽ IMOയിലൂടെ ചാറ്റിംഗ് നടത്താൻ, കണ്ടുകൊണ്ട് വിളിക്കാൻ, ഫോണിലൂടെ സംസാരിക്കുന്നു, വാട്സാപ്പിലൂടെ ചാറ്റിംഗ്, നിരന്തരം ചാറ്റിംഗ്. എത്രത്തോളം പുതിയാപ്പിള ഏത് ഡ്രസ് ഇട്ടു, എന്താണ് അവൻ ഇട്ടിരിക്കുന്നത്, ഇപ്പോൾ എന്തിട്ടുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെ ഉള്ളിലിട്ടിട്ടുണ്ട് എന്നുൾപ്പെടെ ടൈപ്പ് ചെയ്തിട്ട് വാട്സാപ്പിലും ഫോട്ടോ വരെ അയച്ചു വിടുന്ന ഒരു കാലഘട്ടം. അന്നത്തെ അപ്ഡേറ്റ് ആണ്. വിവാഹത്തിന് തൊട്ട് മുമ്പ് ഏതൊക്കെ കൈകളിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, എവിടെ പോയി പേഴ്സ് വെച്ചിട്ടുണ്ട് ഒക്കെ പെണ്ണുങ്ങളെ അറിയിക്കുകയാണ്. അപ്പോഴെ തന്നെ മൊത്തം നേരത്തെ തന്നെ എല്ലാം അപ്ഡേറ്റ്. ഫോൺ വിളിക്കുന്നു, രാത്രി മുഴുവൻ ഉറക്കൊളച്ചിരുന്ന് ഫോൺ വിളി. സാധേ ഞങ്ങൾ ഒന്നാകാനുള്ളതല്ലേ? പാടില്ല സഹോദര. എത്രയോ സഹോദര സഹോദരിമാര് വിവാഹത്തിന് മുമ്പ് തന്നെ തകർന്നു പോയിട്ടുണ്ട്. ഒരു പാവപ്പെട്ട സഹോദരൻ, കൊല്ലം ജില്ലയിലുള്ള ഒരു സഹോദരൻ എന്നെ വന്ന് കല്യാണം വിളിച്ചു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകളുടെ ഈ മാസമാണ് കല്യാണം നടക്കേണ്ടത്. ഈ മാസം ഡേറ്റ് ഞാൻ പറയുന്നില്ല. ആ ഡേറ്റിൽ നടക്കേണ്ട കല്യാണം അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ വിവാഹം നടക്കൂല, കരയുകയാണ്. പെണ്ണിന്റെ വാപ്പ കരയാണ്. ഞാൻ ചോദിച്ചു എന്താണ്? കുറിയൊക്കെ അടിച്ചിട്ട് വന്ന് കല്യാണം വിളിച്ച ഒരു പാവപ്പെട്ട സഹോദരൻ വന്നിട്ട് പറയാണ്, ഉസ്താദേ കല്യാണം നടക്കൂല. എന്തുകൊണ്ട്? എന്റെ മകളും അവനുമായി രഹസ്യമായി ഫോൺ വിളി ഉണ്ടായിരുന്നു. ആ ഫോൺ വിളിയിൽ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി. അതുകൊണ്ട് തന്നെ വലിയ ചീത്തവിളിയും പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തി. ഇനി ഒരിക്കലും ആ കല്യാണം നടക്കൂല. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ചർച്ച ചെയ്താലോ? ഇല്ല ഉസ്താദേ നടക്കൂല. അത്രത്തോളം മോശമായ രീതിയിൽ എത്തിപ്പോയി. പെണ്ണിന്റെ വാപ്പാക്ക് വിളിക്കുന്നവൻ ഇവള് തിരിച്ചു വിടുവോ? ഇവള് നല്ല വാപ്പാക്ക് പറഞ്ഞതാണ്, അതുകൊണ്ട് ഇവളും തിരിച്ചു വെച്ച്. കല്യാണത്തിന് മുമ്പല്ലേ, കടക്കട്ടെ രണ്ട് ചീത്ത അങ്ങോട്ട്. അപ്പൊ ചിലര് കരുതുന്നുണ്ടാവും മനസ്സിൽ, ഇപ്പൊ തന്നെ ചിന്തിക്കും, സാധേ ഇപ്പൊ ആളുടെ സ്വഭാവം തിരിഞ്ഞു കിട്ടിയല്ലോ. പെണ്ണിന്റെ സ്വഭാവം അറിയാൻ പറ്റി നേരത്തെ വിളിച്ചതുകൊണ്ട്, ചെറുക്കന്റെ സ്വഭാവം അറിയാൻ പറ്റി നേരത്തെ സംസാരിച്ചതുകൊണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിശ്ചയം കഴിഞ്ഞിട്ട് വിവാഹത്തിന് മുമ്പുള്ളതാകുന്ന നിക്കാഹിന് മുമ്പുള്ള ഈ ഫോൺ വിളികളിൽ നിങ്ങൾക്കിടയിൽ മലക്കിന്റെ സാന്നിധ്യമില്ല, പിശാചിന്റെ സാന്നിധ്യമാണുള്ളത്. നിക്കാഹ ബന്ധത്തോടുകൂടിയാണ് മലക്കിന്റെ സാന്നിധ്യം കൈവരിക. അതുകൊണ്ട് അത് പ്രശ്നത്തിലേക്ക് അകപ്പെടുകയുള്ളൂ. ഈ മാസം നിക്കാഹ് നടക്കേണ്ടതാ. കല്യാണം അടിച്ച് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു, എല്ലാം റെഡിയാക്കി, എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുക. പക്ഷെ നിക്കാഹ് നടക്കൂല. ആലോചിച്ച് നോക്കി, എല്ലാവരും കല്യാണം വിളിച്ചിട്ടുണ്ട്. എന്താണ് അവസ്ഥ? സുബ്ഹാനല്ലാഹ് എന്ന് ചിന്തിച്ചു. ഒരു ഫോൺ വിളിയിലുണ്ടായ സംഭവം. ആ ഫോൺ വിളി ഹറാമല്ലേ? എന്താ മനസ്സിലാക്കാത്തത്? വ്യഭിചാരല്ലേ? ഈ സമുദായം എന്താ അറിയാത്തത്? അതോ അറിഞ്ഞിട്ടും അറിയാത്തതായി നടിക്കുകയാണോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വ്യഭിചാരം എന്നാൽ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല സാബാ, ഫൽഐനാനി തസ്നിയാൻ, രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് സാബാ, കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട് സാബാ, ഫസിനാഹുമാ അന്നളുറൂ, രണ്ട് കണ്ണുകളുടെ വ്യഭിചാരം ഹറാമായ നോട്ടമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അന്യ പെണ്ണിലേക്കുള്ള ചെറുപ്പക്കാരാ നിന്റെ നോട്ടമില്ലയോ? അന്യ പുരുഷനിലേക്കുള്ള പെങ്ങളെ നിന്റെ നോട്ടമില്ലയോ? അത് വ്യഭിചാരമാണ്, ഹറാമാണ്. അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. ഞങ്ങൾ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ നടത്തിയില്ലല്ലോ മുസ്ലിയാരെ എന്ന് പറയരുതേ. അന്യ പെണ്ണിലേക്കുള്ള പുരുഷാനിന്റെ നോട്ടം അത് കണ്ണിന്റെ വ്യഭിചാരമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വല്ലിസാൻ, നാവ് വ്യഭിചരിക്കുന്നുണ്ട് സാബാ, നാവിന് വ്യഭിചാരമുണ്ട് സാബാ, ഫസിനാഹു വൽ കലാം, നാവിന്റെ വ്യഭിചാരം അത് സംസാരമാണ്. അത് മോശപ്പെട്ട ശൈലിയിൽ അകപ്പെട്ടുകൊണ്ട് പാതിരാത്രി സമയങ്ങളിലാകട്ടെ പകൽ സമയങ്ങളിലാകട്ടെ തന്റെ പ്രിയപ്പെട്ട കാമുകനുമായി ഭാഷണം നടത്തുന്ന എത്രയോ ചെറുപ്പക്കാരികളുണ്ട്, സഹോദരിമാരുണ്ട്. ക്യാമ്പസുകൾ തന്നോടൊപ്പം പഠിക്കുന്ന പ്രിയപ്പെട്ട കാമുകനുമായി ഭാഷണം
നടത്തുന്ന പെങ്ങളെ ഹറാമാണ്, ഹറാമാണ്. നേരിട്ട് കാണൽ തന്നെ ഹറാമാണെന്നിരിക്കെ നാവ് കൊണ്ടുള്ള സംഭാഷണം അത് നാവിന്റെ വ്യഭിചാരമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തീർന്നില്ല അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാ വല്ലുദനാനി തസ്നിയാ. രണ്ട് ചുണ്ടുകൾ വ്യഭിചരിക്കുന്നത് പോലെ, രണ്ട് നാവുകൾ നാവ് വ്യഭിചരിക്കുന്നത് പോലെ രണ്ട് കാതുകൾ വ്യഭിചരിക്കുന്നുണ്ട് സഹാബ. രണ്ട് കാതുകൾക്ക് വ്യഭിചാരമുണ്ട്. ഫസിനാഹുമാ അസ്സമഉ, ഹറാമായ ഭാഷണങ്ങൾ കേൾക്കലാണ്. പാതിരാത്രി സമയത്ത് തന്നെ കാമുകനുമായി ഭാഷണം നടത്തുന്നവരെ, അവരുടെ ഭാഷണങ്ങൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവരെ, നിന്റെ ഭർത്താവ് അറബിയുടെ ചാട്ടമാരടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് നിനക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി പ്രതിസന്ധികൾ നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി ഭക്ഷണം തേടുകയാണ്. ആ പാവപ്പെട്ട ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകനുമായി ഭാഷണം നടത്തുന്ന പെങ്ങളെ, അവന്റെ സംസാരങ്ങൾ ഇക്കിളിപ്പെടുത്തുന്ന നാദസ്വരങ്ങൾ കേട്ടുകൊണ്ട് സന്തോഷിക്കുന്ന പെങ്ങളെ, കാതിന് വ്യഭിചാരമുണ്ട്. വല്ലുദിനാനി തസ്നിയാ, രണ്ട് കാതുകൾ വ്യഭിചരിക്കുന്നുണ്ട് സാബ, കാതുകൾക്ക് വ്യഭിചാരമുണ്ട്. ഫസിനാഹുമാ അസ്സമഉ, അതിന്റെ വിചാരം അത് ഹറാമായ ഭാഷണങ്ങൾ കേൾക്കലാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എത്രയോ മോശപ്പെട്ട കോളുകൾ, ഓഡിയോ കോളുകൾ, നഊദുബില്ലാ, മുസ്ലിം സഹോദരിമാരുടെ കോളുകൾ ഇന്ന് ഇന്റർനെറ്റിലുണ്ട്. എത്രയോ മോശപ്പെട്ട കോളുകൾ റെക്കോർഡ് ചെയ്യാണ്, അവര് പോലും അറിയാതെ അവരെ ട്രാപ്പിലാക്കാൻ. ഭർത്താവ് ഗൾഫിലാണ്. ഈ ഭൗതിക ലോകത്തതാകുന്ന സുഖ ആസ്വാദനങ്ങൾ മുഴുകിക്കൊണ്ട് ഭർത്താവിനെ മറന്നുകൊണ്ട് അന്യരാകുന്ന കാമുകന്മാരുമായി രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് സുബഹി വരെ ഫോൺ കാതിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, പഠിച്ചു വെച്ചോ, നീ നിന്റെ കാത് വ്യഭിചാരിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവരുമായി ഭാഷണം നടത്തുന്ന ചെറുപ്പക്കാരാ, നിന്റെ നാവ് വ്യഭിചരിക്കുന്നുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വ്യഭിചാരമുണ്ട്, കാതിന് വ്യഭിചാരമുണ്ട്. മനസ്സിലായിക്കോ? നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ശാരീരിക ബന്ധപ്പെടൽ മാത്രമല്ല വ്യഭിചാരം. അങ്ങനെയാണ് പല ആളുകൾ മനസ്സിലാക്കുന്നത്. വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ വ്യഭിചരിച്ചു എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കരുത്. ഇതൊക്കെ വ്യഭിചാരമാണ്. എല്ലാ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ സുഖം? ഒരു റാഹത്തല്ലേ? അന്യ പെണ്ണുങ്ങളായിട്ട് എത്ര നേരം രാത്രി വരെ ഫുള്ള് നേരം വിളിക്കുന്നവരെ സംസാരിക്കുക, അവരുമായി നേരിട്ടിരുന്ന് സംസാരിക്കുക, ഒരു കുഴപ്പമില്ല, പാടില്ല. നിശ്ചയം തന്നെ നടക്കുന്നത് എങ്ങനെ? ഇപ്പൊ പെണ്ണ് കാണൽ ചടങ്ങ്, നിശ്ചയം പോട്ടെ, പെണ്ണ് കാണൽ ചടങ്ങ് തന്നെ എങ്ങനെയാണ്? വലിയ ഹോട്ടലുകൾ ബുക്ക് ചെയ്യാൻ, വലിയ ഹോട്ടൽ റൂമുകൾ ബുക്ക് ചെയ്തിട്ട് അന്യമതത്തിലുള്ളതാകുന്ന ക്രൈസ്തവ സഹോദരങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് സമുദായത്തിൽ കടന്നു വരിക. എന്നിട്ട് ഹാജിയാരും മക്കളും എല്ലാവരും ഒരുമിച്ച് പോകും. പോയിട്ട് മകളെ വധുവാകാൻ പോകുന്ന മകളെ പറഞ്ഞുവിടെ ചെക്കന്റെ കൂട്ടത്തിൽ പോയിരുന്നു സംസാരിച്ചു. ഒരു റൂമിൽ ഒരുമിച്ച് അടച്ചിരുന്നിട്ട് 10 മണിക്കൂർ ഒരുമിച്ച് 3-4 മണിക്കൂർ അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. പരസ്പരം ചായയൊക്കെ കുടിച്ച് റാഹത്തായ നിലയിൽ തുറന്ന സംസാരം. പരസ്പരം മനസ്സിലാക്കാനാണ് മുസ്ലിയാരെ. ഇതൊന്നും പരിശുദ്ധ ദീൻ അംഗീകരിച്ചതല്ല. അങ്ങനെ 1.5 മണിക്കൂർ 10 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചിട്ടല്ല നിങ്ങൾ കുടുംബബന്ധം ചേർക്കേണ്ടത്, വിവാഹബന്ധത്തിലേക്ക് വരണം. കുറഞ്ഞ സമയം, അത് തന്നെ പെണ്ണിന്റെ മുഖവും മുൻകൈയും കാണൽ മാത്രമാണ് അനുവദനീയം. അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നു, മനസ്സിലാക്കുന്നു. അല്ലാതെ ഒരുമിച്ചിരുന്ന് ടൈം ടേബിൾ അപ്പുറം ഇപ്പുറം റാഹത്തായി ഭക്ഷണം കഴിക്കുന്നത് അവർ പോയി ഇരുന്നിട്ട് കുറേ നേരം വാദവരാതെ സംസാരിക്കുക. ജനിച്ചറ മുതൽ ഇതുവരെയുള്ളതാകുന്ന മുഴുവൻ വർഷങ്ങളിൽ നടന്ന സംഭവവികാസങ്ങൾ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് റാഹത്തായതിനു ശേഷം കൈ കൊടുത്തിട്ട് യാ അല്ലാഹ് നോക്കാം, അത് പറ്റൂല. അങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. ഓവറായി നിലയിൽ നിനക്ക് പാടില്ല. ഇതൊക്കെ പഠിക്കേണ്ടേ സമുദായം. എന്നാണ് ഇത് പഠിക്കുക? ആരോട് ചോദിക്കുന്നു? നമ്മൾ ആരോട് ചോദിക്കുന്നു? ഒക്കെ സ്വന്തമായിട്ട് അറിവുള്ളവർ, ഒക്കെ വലിയ ആളുകളല്ലേ, ഒക്കെ ഞങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ള ശൈലിയിലല്ലേ ഇന്ന് സമുദായത്തിന്റെ പോക്ക്. നഊദുബില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, വശഫതാനി തസ്നിയാൻ, രണ്ട് ചുണ്ടുകൾ വ്യഭിചരിക്കുന്നുണ്ട് സാബ, ചുണ്ടുകൾക്ക് വ്യഭിചാരമുണ്ട് സാബ. ഫസിനാഹുമാ,
അൽഖുബലൂ. രണ്ട് ചുണ്ടുകളുടെ വ്യഭിചാരം അത് ചുംബനമാണ്, ചുംബനമാണ്, ചുംബനമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നിനക്ക് അനുവദിക്കപ്പെടാത്തതാകുന്ന പെണ്ണിനെ, കൗമാരപ്രായക്കാരാകുന്ന ചെറുപ്പക്കാരെ, സഹോദരിമാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. നിനക്ക് വിവാഹ ബന്ധത്തിലൂടെ അനുവദിക്കപ്പെടാത്തതായ അന്യരാകുന്ന വ്യക്തികളെ നീ ചുംബിക്കരുതേ, ചുംബിക്കരുതേ. അവരുടെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി കലാലയങ്ങൾ നിന്നു കൊടുക്കുന്ന ചെറുപ്പക്കാരികളെ പഠിച്ചു വെക്കണേ, അത് ഹറാമാണ്. രണ്ട് ചുണ്ടുകൾക്ക് വിചാരമുണ്ട്. ഫസിനാഹുമാ അൽഖുബലൂ. രണ്ട് ചുണ്ടുകളുടെ വിചാരം അത് ഹറാമായ ചുംബനമാണ്, ചുംബനമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ക്യാമ്പസുകളിൽ പഠിക്കുന്ന എത്രയോ മുസ്ലിം സഹോദരിമാര്, തട്ടമിട്ട മുസ്ലിം പെങ്ങളെ, തട്ടമിടാത്ത മുസ്ലിം പെങ്ങളെ, ആരായിരുന്നാലും നീ മുസ്ലിമാണോ, അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചവളാണോ, അന്ത്യദിനത്തിൽ വിശ്വസിച്ചവളാണോ, മരണമുണ്ടെന്ന് ബോധമുള്ളവളാണോ, ഖബറിനെ കുറിച്ച് യാഥാർത്ഥ്യ ബോധമുള്ളവളാണോ, ആ ഖബറിലെ വിചാരണകളെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവളാണോ, മഹ്ശറയെ കുറിച്ച് ബോധമുള്ളവളാണോ, അവിടുത്തെ വിചാരണയെ കുറിച്ച് ബോധമുള്ളവളാണോ, സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവളാണോ, നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവളാണോ, സിറാത്ത് എന്ന പാലത്തിലൂടെ പോകേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന പെങ്ങളാണോ, നന്മതിന്മകൾ നൽകപ്പെടുമെന്നേ, നാളെ ഇടത് കൈകളിലേക്ക് നൽകപ്പെട്ടാൽ പ്രയാസമാണ്, വലത് കൈയിൽ നൽകപ്പെട്ടാൽ രക്ഷയാണ് എന്ന് വിശ്വസിക്കുന്നവളാണോ, വിശ്വസിക്കുന്നവളാണോ? എന്നാൽ നാവിനെയും ശരീരത്തിലെ സർവ്വ അവയവങ്ങളെയും ചുണ്ടുകളടക്കം നീ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. കലാലയങ്ങളിൽ നിന്ന് പടിയിറങ്ങുന്ന സമയത്ത് +1 പഠിക്കുന്ന എത്രയോ വിദ്യാർത്ഥികളാണ് സ്കൂളിൽ നിന്ന് പോകുമ്പോ തന്റെ കാമുകനെ കെട്ടിപ്പുണരുകയാണ്, ചുംബിക്കുകയാ. ഇനി ഒരിക്കലും കാണുകയില്ലല്ലോ എന്ന അർത്ഥത്തിൽ ചുംബനം നടത്തുന്നവരെ, ചുംബിക്കുന്നവരെ, അത് ഏറ്റുവാങ്ങുന്ന പെങ്ങളെ ഹറാമാണ്, ഹറാമാണ്. ചുണ്ടിന് വ്യഭിചാരമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി 10ാം ക്ലാസ് കഴിഞ്ഞ് പോവാ, മിക്സ്ഡ് സ്കൂള്. അല്ലോ പഠിച്ചവരെ, പൊന്നുമോളെ, റാഹത്തെ, കരളെ, നീ എപ്പോഴാ കാണുക, നിന്നെ എവിടുന്ന് കാണും? എന്റെ ഇക്കാക്ക ഒരു ഉമ്മ എന്നേക്ക് ഒരു ഓർമ്മയ്ക്ക് റാഹത്ത് പാടില്ല, ശ്രദ്ധിച്ചോ. തമാശ രൂപേണ വാങ്ങുന്നതായിരിക്കും. നിനക്കൊരു തമാശ, ഒരു ചുംബനമൊക്കെ ഒരു വിഷയമല്ലല്ലോ മുസ്ലിയാരെ. ഞങ്ങൾ ടിവിയിലും സീരിയലും ഒക്കെ അതിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കല്ലേ, അതൊരു പ്രശ്നമല്ലല്ലോ. ഞങ്ങൾ സാധാ സീതാ ചുംബന നടത്തിയതല്ല, വല്ലാത്ത ഏക്കർ കണക്കിന് മണിക്കൂർ കണക്കിനുള്ള പരിപാടിയൊന്നുമില്ല. ചെറിയ ചുംബനം, ഒരു ചെറിയൊരു ഉമ്മോപ്പ് മത്സരം, ചെറുതായിട്ട്. പക്ഷെ നാളെ ആഖിറത്തിൽ വലിയ ശിക്ഷയുണ്ടാകും. നഊദു ബില്ലാഹി, അല്ലാഹു ആക്കട്ടെ. ചെറിയ സാര കാര്യല്ലേ അത്, വ്യഭിചാരമാണ്. ഞങ്ങൾ ശാരീരിക ബന്ധമൊന്നും വിട്ടില്ലല്ലോ, വേടണ്ട, ഇതെന്നെ വ്യഭിചരിക്കുക എന്ന് പറഞ്ഞത്, അതാണ് വ്യഭിചാരം. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ലാ തഖൂമുസ്സാഅ ഹത്താ തുജദൽ മർഅതു ജഹാറൻ നിഹാറാ തുൻകഹു വസ്തരീഖ് ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഈ ലോകം അവസാനിക്കുകയില്ല സ്വഹാബ, ഈ ലോകം നശിക്കുകയില്ല സ്വഹാബ. ഹത്താ തുജദൽ മർഅതു ജഹാറൻ നിഹാറാ തുൻകഹു വസ്തരീഖ്. പരസ്യമായ നടുറോഡുകളിൽ സ്ത്രീകൾ വിചരിക്കുന്നത് കാണാതെ, പരസ്യമായ ജനങ്ങൾ കാണുന്ന സ്ഥലങ്ങൾ സ്ത്രീകൾ വിചരിക്കുന്നത് കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ വിചാരം ഇന്ന് സമൂഹത്തിൽ നടക്കുന്നില്ലേ, നടക്കുന്നില്ലേ? ഇന്ന് ജനങ്ങൾ മുഴുവനും ഉപയോഗിക്കുന്ന പൊതു ബസ്സുകളിൽ പോലും ഇതാ സ്ത്രീകൾ, കമിതാക്കൾ ഒരുമിച്ചിരുന്നു കൊണ്ട് പരസ്പരം ചുംബിക്കുകയാണ്, ചുംബിക്കുകയാണ്. എറണാകുളത്തേക്ക് ആലുവയിൽ നിന്ന് ട്രെയിൻ കയറുന്ന ചെറുപ്പക്കാരാ, സഹോദരാ, നീ കാണുന്നില്ലേ, കാണുന്നില്ലേ? ജനങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ജനറൽ കമ്പാർട്ട്മെന്റിൽ പോലും ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു മടിയുമില്ലാതെ ചുംബിക്കുന്നതായ കമിതാക്കളെ ദർശിക്കുന്നില്ലേ, ദർശിക്കുന്നില്ലേ? ഒരു മടിയുമില്ലാത്തതായ, ഒരു ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത സമൂഹമായി അത് പതിച്ചില്ലേ, അത് പതിച്ചില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ
പറഞ്ഞത് ശരിയല്ലേ ശരിയല്ലേ ലാ തഖൂമു الساعة حتى توجد المرأة جهارا نهارا تنكح وسط الطريق لا ينكر أحدا ولا يغيره ഒരാൾ പോലും എതിർക്കാനൊന്നും ഉണ്ടാവുകയില്ല എതിർക്കുന്നവരെ എതിർക്കാനേ ജനങ്ങൾ ഉണ്ടാവുകയുള്ളൂ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് സമൂഹം പോകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി ലാ യുൻകിറു അഹദൻ വലാ യുഗയ്യിറുഹു സയ്യിദുനാ റസൂലുള്ളാഹി ഒരാൾ പറയാ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോ എന്റെ മുസ്ലിയാരെ ഖുർആനായത്ത് ഒന്ന് റിട്ടേൺ നല്ലതുപോലെ ഓതിക്കൂടെ ഒന്ന് വളച്ചോടി ചോദിക്കൂടെ എന്താ നിങ്ങൾക്ക് എത്ര കുഴപ്പം നിങ്ങൾ അങ്ങോട്ട് നോക്കാതിരുന്നാ പോലെ ഞങ്ങൾ ഉമ്മ നോക്കുന്നതിന് എന്ന് പറയുന്ന ഒരു കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കൂല സയ്യിദുനാ റസൂലുള്ളാഹി കറക്റ്റ് അല്ലേ ബസ്സിലും ട്രെയിനിലും ഒക്കെ ഇരുന്നിട്ട് ചുംബിക്കാം നമ്മൾ അങ്ങോട്ട് നോക്കാം നമ്മളങ്ങോട്ട് നോക്കുമ്പോ എന്താ മുസ്ലിയാരെ അങ്ങോട്ട് നോക്കിയിരിക്കുക അങ്ങോട്ട് ഇവിടെ ഉമ്മ വെച്ച് കളിക്കട്ടെ ഇതാണ് കാലഘട്ടം ഏതാ പൊതുവണ്ടിയാണ് അല്ലാതെ അവർക്ക് സ്ത്രീധനം കിട്ടിയ വണ്ടിയല്ല പൊതുവണ്ടിയാണ് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു നമ്മൾ യാത്രക്കാർ അവർ യാത്രക്കാർ നമ്മളും ബസ്സിൽ പോകുന്നു അവർ യാത്രക്കാർ പക്ഷെ ചുംബിച്ച് കളിക്കാം റാഹത്ത് അതാണ് പരിപാടി ഇത് കാണാതെ ലോകം അവസാനിക്കൂല സയ്യിദുനാ റസൂലുള്ളാഹി എത്തണ്ടേ നബിതങ്ങൾ പറഞ്ഞ സംഭവിക്കണ്ടേ നഊദു ബില്ലാഹി അല്ലാഹു ആക്കട്ടെ ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് വല്ലദാനി തസ്നിയാ രണ്ട് കൈകൾ ഉച്ചരിക്കുന്നുണ്ട് സഹാബ കൈകൾ ഉച്ചരിക്കുന്നുണ്ട് സഹാബ ഫസിനാകുമാ അൽബതുഷു രണ്ട് കൈകളുടെ വിചാരം അത് പിടുത്തമാണ് ബസ്സിൽ കയറുമ്പോ മുൻസീറ്റിലിരിക്കുന്ന പെണ്ണിനെ തലോടാ നിന്റെ കൈകൾ തോന്നുന്നുണ്ടോ അത് കൈയുടെ വ്യഭിചാരമാണ് ഹബീബായ റസൂലുള്ളാഹി ഒന്നുമില്ല മുസ്ലിയാരെ നമ്മളെ ചെറുതായിട്ടൊന്ന് കബൂൽ ചെയ്തോളൂ നമ്മൾ പിടിച്ചതല്ലേ ഉള്ളൂ മുസ്ലിയാരെ അതിനെന്താ കൈയുടെ വ്യഭിചാരമാണത് സയ്യിദുനാ റസൂലുള്ളാഹി ഇത് ഒരു നിലയ്ക്കും മുസ്ലിം ആവുമ്പോ ജീവിക്കാൻ സമ്മതിക്കൂലല്ലോ പഠിച്ചവനെ വ്യഭിചരിക്കണ്ട നീ നന്നായിക്കോ നമ്മളെ നന്മ ചെയ്യാൻ പറയുമ്പോ ഒന്നും ചെയ്യുന്നില്ലല്ലോ നീ നിസ്കരിക്ക് 5 വക്കത്തെ പള്ളിയിൽ കയറി ആരെയും ചെയ്യോ നീ കൃത്യമായി നോമ്പ് പിടിക്കും നാളെ നോമ്പ് പിടിക്കേണ്ട ദിവസമാണ് മേറാജിന്റെ ദിനം അല്ലാഹു തൗഫീഖ് തരട്ടെ നോമ്പ് പിടിക്കുക അപ്പൊ പറയോ ആ നോമ്പ് നമുക്ക് പറ്റൂല നോമ്പ് പറ്റൂല ഇടനോമ്പ് നമുക്ക് പിടിക്കൂല എനിക്ക് ഇടനോമ്പ് പിടിക്കുമ്പോ നെഞ്ചരിച്ചില്ല ഉസ്താദെ അതുകൊണ്ട് എനിക്ക് ഇടനോമ്പ് പറ്റൂല ഉടനെ മസല അവൻ സ്വന്തമായിട്ട് ഇറക്കി റമദാനിലെ നോമ്പ് ഞാൻ പകല് ചെറിയൊരു ഗുളി കഴിക്കുന്നുണ്ട് അതുകൊണ്ട് പറ്റൂല ഷുഗറിന്റെ ഡയബറ്റോൾ കഴിക്കുന്ന അതുകൊണ്ട് എനിക്ക് ശ്വാസം മുട്ട് വരും ഞാൻ കഴിക്കൂല നോമ്പ് പിടിക്കൂല നന്മകളൊന്നും ചെയ്യൂല സക്കാത്ത് കൊടുക്ക് അല്ലാഹു പടച്ചവനെ സദഖ കൊടുക്ക് അല്ലാഹു പടച്ചവനെ നമ്മളില്ല ഹജ്ജ് അല്ലാഹു പടച്ചവനെ നമ്മളില്ല കള്ളു കുടിക്കരുത് ഇച്ചിരി കുടിക്കട്ടെ സ്വല്പം ഇച്ചിരി ഡെയിലി ക്വാർട്ടറെ കുടിക്കുള്ളൂ മുസ്ലിയാരെ സ്വല്പം കുറച്ച് വ്യഭിചരിക്കരുത് വല്ലപ്പോഴും ഉള്ളു ബാംഗ്ലൂരൊക്കെ പോയിട്ട് വല്ലപ്പോഴും അത് നിങ്ങൾ വേണ്ടാന്ന് പറയരുത് ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊന്ന് അത് അങ്ങോട്ട് ട്രെയിൻ ഇട്ടിട്ടുണ്ട് ബാംഗ്ലൂർ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് കയറിപ്പോകും ചെയ്യരുതെന്ന് പറഞ്ഞത് മുഴുവൻ ചെയ്യും ചെയ്യാൻ പറഞ്ഞ ഒന്നും ചെയ്യത്തുമില്ല എന്ത് സംഭവം പിന്നെ നീ എന്തിന്റെ മുസ്ലിം എന്ന് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം ആകുമ്പോ ഇസ്ലാമിന്റെ ദീനിന്റെ ഷിആർ വേണ്ടേ ദീനിന്റെ അടിസ്ഥാനം അതനുസരിച്ച് ജീവിക്കണ്ടേ ഇസ്ലാമിന്റെ നിയമങ്ങളാണിത് അത് നമ്മൾ അനുശാസിക്കണം അതിൽ വ്യതിചരിക്കുമ്പോ പോകും നഊദു ബില്ലാഹി അല്ലാഹു നമ്മളെ കാക്കട്ടെ കൈക്ക് വ്യഭിചാരമുണ്ട് ബസ്സിലും ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോ കാണുന്നില്ലേ മുൻ സീറ്റിലിരിക്കുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ തോണ്ടിക്കളിക്കുക യാ അല്ലാഹ് ചില ആൾക്കാരുണ്ട് പുറകിൽ കൂടെ കയറിയിട്ട് ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണ് റാഹത്ത് ഈ ജാക്കി വെച്ച് കളിക്കുക റാഹത്ത് അവിടെ നിൽക്കുക പറയാതിരിക്കുന്ന അങ്ങനെ ഇത് സമുദായത്തിൽ നടക്കുന്ന സംഭവമല്ലേ ആചാര്യ ഫ്രണ്ടിൽ പോയി നിൽക്കുക അവിടെ പോയി ഇങ്ങനെ കറങ്ങുക പോയി പുറകിലോട്ട് വരുന്നില്ല ഒക്കെ സമൂഹത്തിൽ നടക്കുന്ന പരിപാടിയാണ് പിടിക്കപ്പെടുമ്പോ പത്രത്തിൽ വരുമ്പോഴത്തേക്കും പേര് വരുമ്പോഴേ മുസ്ലിം അപ്പോഴേ നമുക്ക് വിഷയമുള്ളൂ ചെയ്യുമ്പോ കുഴപ്പമില്ല മാറണ്ടേ ഇതൊക്കെ മോശമായ ശൈലിയാണ് എന്ന് അറിയാത്ത സമൂഹമുണ്ട് ഇന്നും അവർ മനസ്സിലാക്കി തിരിച്ചു വരിൻ നന്നാകട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ ഇത് കേവലം ആ സമയത്തുള്ള ഒരു ആസ്വാദനം മാത്രമാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് ചെറുതാണോ ഹദീസിലെ നബിതങ്ങൾ പഠിപ്പിച്ചില്ലേ നാളെ മഹ്ശറയിലേക്ക് വരുമ്പോൾ നിന്റെ 2 കൈകളെയും ചങ്ങല കൊണ്ട് കഴുത്തിലേക്ക് ബന്ധിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഹദീസിലെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്
أن من وضع يده على امرأة لا تحل له بشهوة جاء يوم القيامة ويداه مغلولة إلى عنقه. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ അന്യ പെണ്ണിനെ, നിനക്ക് അനുവദിക്കപ്പെടാത്ത പെണ്ണിന്റെ ശരീരത്തിലേക്ക് നിന്റെ കൈകളെ നീ കൊണ്ടുപോയി കഴിഞ്ഞാൽ, അത് ബസ്സിലാകട്ടെ, അത് ട്രെയിനിലാകട്ടെ, അത് കാറിലാകട്ടെ, അത് മാളിലാകട്ടെ, അത് ബീച്ച് റോഡുകളിലാകട്ടെ, അത് നിരത്തുകളിലാകട്ടെ, അത് ഹോട്ടൽ റൂം എടുത്തിട്ടാകട്ടെ, അത് മോട്ടൽ റൂം എടുത്തിട്ടാകട്ടെ, എവിടെ വെച്ചായിരുന്നാലും അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നീ സ്പർശനം നടത്തിയിട്ടുണ്ടോ? നിനക്ക് അനുവദിക്കപ്പെടാത്ത പെണ്ണിനെ നീ കയറി പിടിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ ഹളറത്തിൽ സർവരും വിറങ്ങലിക്കുന്ന കോടതിയിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹളറത്തിൽ വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ അവനിതാ കടന്നു വരുകയാണ്. അവന്റെ രണ്ട് കൈകളെയും പിരടിയിലേക്ക് വെച്ച് ബന്ധിക്കുകയാണ്. രണ്ട് കൈകളും പിരടിയിലേക്ക് വെച്ച് കെട്ടപ്പെടുകയാണ്. രണ്ട് കൈകളും ചങ്ങല കൊണ്ട് കെട്ടപ്പെട്ട നിലയിലാണ് അവൻ മഹ്ശറിലേക്ക് കടന്നു വരുന്നത്. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ജനങ്ങൾ മുഴുവനും അവനെ നോക്കുകയാണ്. ഇവനെ അറിയില്ലേ, ഇവനിതാ ആലുവയിലുള്ള സഹോദരനാണ്, ഇവനെ മനസ്സിലായില്ലേ, ഇവന് കൊടുങ്ങല്ലൂരുള്ള ചെറുപ്പക്കാരനാണ്, ഇവനെ തിരിച്ചറിഞ്ഞില്ലേ, ഇവൻ ലീഗ് ജംഗ്ഷനിലുള്ള സഹോദരനാണ്, ഇവൻ എന്താണ് ഇങ്ങനെ കൈകൾ പരടിയിലേക്ക് കെട്ടിയിരിക്കുന്നത്? ഇവൻ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അന്യ പെണ്ണിനെ ബസ്സിൽ കയറി പിടിച്ചവനാണ്, ഇവൻ ട്രെയിനിൽ വെച്ച് കയറി പിടിച്ചവനാണ്, അവളുടെ ശരീരത്തിലേക്ക് സ്പർശനം നടത്തിയവനാണ്. ഭർത്താവ് ഗൾഫിലുള്ള പെണ്ണിനെ അവളുടെ വീടിന്റെ അകത്തളങ്ങൾ കയറി പാതിരാത്രി സമയത്ത് അവളുടെ ശരീരത്തിലേക്ക് കരനമലമുയർത്തിയവനാണ്. ഇവന്റെ കൈകളാണ് പെരടിയിലേക്ക് വെച്ച് ബന്ധിച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആകാശ ലോകത്തുള്ള സർവരും പടച്ചറപ്പിന്റെ ഹദ്റത്തിൽ എത്തി നിൽക്കുന്ന സമയമല്ലയോ? ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും അല്ലാഹുവിന്റെ ഹദ്റത്തിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന സമയമല്ലയോ? ഇന്ന് ഈ ലീഗ് ജംഗ്ഷൻ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് വിശ്വാസികൾ മാത്രമല്ല, ഈ നാട്ടിലുള്ളവർ മാത്രമല്ല, ആലുവയിലുള്ളവർ മാത്രമല്ല, എറണാകുളം ജില്ലയിൽ ഇന്നുള്ളവർ മാത്രമല്ല, കേരളം എന്ന് പറയുന്ന ചെറിയ ഒരു സംസ്ഥാനത്തിലെ ജനങ്ങൾ മാത്രമല്ല, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾ മാത്രമല്ല, ലോകത്തുള്ള സർവ്വസിറ്റിജാലങ്ങളും എല്ലാവരും, ഇന്നുള്ളവരും വരാനിരിക്കുന്നവരും കഴിഞ്ഞ കടന്ന ജനവിഭാഗങ്ങൾ മുഴുവനും പടച്ച തമ്പുരാന്റെ ഹദ്റത്തിൽ ഒരുമിച്ച് കൂട്ടിയ സമയമാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, അന്ന് ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഫളീഹത്താവുകയാണ്, നിന്ദനാവുകയാണ്. അവന്റെ കൈകൾ രണ്ടും പിരടിയിലേക്ക് വെച്ച് ചങ്ങല കൊണ്ട് കെട്ടപ്പെട്ട നിലയിലാണ് ഉണ്ടാവുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ഫഇൻ ഖബ്ബലഹാ, അന്യ പെണ്ണിനെ ഇവൻ ചുംബിച്ചിട്ടുണ്ട് എങ്കിൽ, ക്യാമ്പസുകൾ പഠിക്കുന്ന സമയത്താകട്ടെ, അത് ഏതെങ്കിലും മരച്ചുവട്ടിലിരുന്നു കൊണ്ട് ക്ലാസ് ചെയ്തുകൊണ്ട്, ഏതെങ്കിലും തിയേറ്ററിൽ പോയിരുന്നിട്ടാകട്ടെ, ഏതെങ്കിലും റിലീസിന്റെ പടങ്ങൾ യൂണിഫോം അഴിച്ച് ബാഗിൽ വെച്ചുകൊണ്ട് ഒളിച്ചുപോയി കണ്ട സമയത്താകട്ടെ, വീടിന്റെ അകത്തളത്തിൽ ആരുമില്ലാത്ത സമയത്ത്, വാപ്പ അതിനു വേണ്ടി പോയ സമയത്ത്, ഉമ്മ വാതിന് വേണ്ടി പോയ സമയത്ത്, കാമുകന് വേണ്ടി വീടിന്റെ പിന്നാമ്പുറത്തെ കതക് തുറന്നിട്ട് അവനെ വിളിച്ചിരുത്തിക്കൊണ്ട് ചുംബനം ഏറ്റുവാങ്ങിയതാകട്ടെ, ഏത് രീതിയിൽ ചുംബനം നടത്തിയാലും, അന്യരാകുന്ന വ്യക്തികളെ തമ്മിൽ ചുംബനം നടത്തിയോ, ഖുരിളത്ത് ശഫതാഹു ബിമഖറലിന്നാർ, നരകത്തിലെ കത്രി കൊണ്ട്, നരകത്തിലെ ചൂടുള്ള കത്രി കൊണ്ട് രണ്ടുപേരുടെയും ചുണ്ടുകളെ അല്ലാഹു മുറിച്ചു മാറ്റുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നരകത്തിലെ ചൂടുള്ള കത്രി കൊണ്ട്, നരകത്തിലെ കത്രിയാണത്, നല്ല ചൂടാണ്, ചൂട് കൊണ്ട് പഴുപ്പിക്കപ്പെട്ട കത്രി കൊണ്ട് ചുണ്ട് കൊണ്ട് വലിച്ചു പിടിച്ചിട്ട് സബാനിയാക്കളാകുന്ന മലക്കുകൾ, ശിക്ഷയുടെ മലക്കുകൾ ചുണ്ട് മുറിച്ചു മാറ്റുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.